എക്സാലോജിക്കിനെതിരെ ഹൈക്കോടതിയിൽ ഉപഹർജിയുമായി ഷോൺ ജോർജ് എത്തിയിരിക്കുന്നു. എക്സാലോജിക് കമ്പനിക്ക് വിദേശത്തും അക്കൗണ്ട് ഉണ്ട് എന്നാണ് ഹർജിയിൽ പറയുന്നത്. SNC ലാവ്ലിൻ PwC കമ്പനികൾ പണം നൽകിയെന്നുമാണ് ആക്ഷേപം. ശ്യാം ദേവരാജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, ഗുഡ് മോർണിംഗ്. ഈ ഷോൺ ജോർജിന്റെ ആരോപണത്തിൽ എന്തെങ്കിലുമൊക്കെ കാമ്പുണ്ടോ? SNC ലാവ്ലിനും PwC കമ്പനിയുടെയൊക്കെ നേരത്തെ നമ്മൾ കേട്ടതാണ്, ഇത് വിദേശത്തെ അക്കൗണ്ടുകൾ വഴി കൈമാറി എന്നാണോ ഹർജിയിൽ പറയുന്നത്? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. അത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തെ എതിർകക്ഷിയാക്കിയാണ് ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ CMRL എക്സാലോജി കരാറിൽ, അതായത് മാസപ്പടി കേസിൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട്, SFI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടാണ് ആ ഹർജി നൽകുകയും ചെയ്തിരിക്കുന്നത്. ആ ഹർജിയുടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. CMRLനും എക്സാലോജിക്കിനും KSIDCക്കുമെതിരെ SFIയുടെ അന്വേഷണം അടക്കം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കേസിലാണ് ഇപ്പോൾ ഷോൺ ജോർജ് ഒരു ഉപഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള ഹർജിയുടെ ഭാഗമായാണ് ഈ പുതിയ ആവശ്യം കൂടി ഷോൺ ജോർജ് മുന്നോട്ട് വെക്കുന്നത്. അത് പറയുന്നത്, എക്സാലോജിക് കമ്പനിക്ക് വിദേശത്ത് നിരവധിയായ അക്കൗണ്ടുകളുണ്ട്. അതിന്റെ രേഖകളും ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ വിദേശത്തെ അക്കൗണ്ടുകളുടെ എക്സാലോജി കമ്പനിക്കെതിരെ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനും അന്വേഷണം നടത്തണം. ഇത് കള്ളപ്പണ ഇടപാടിന്റെ ഭാഗമായാണ് ഈ വിദേശത്തെ അക്കൗണ്ടുകൾ. ഈ കമ്പനിക്ക്, എക്സാലോജി കമ്പനിക്ക് SNC ലാവ്ലിൻ കമ്പനിയുമായും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് കമ്പനിയുമായും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ അക്കാര്യത്തിലും അന്വേഷണം വേണം. ഇത് കള്ളപ്പണ ഇടപാടിന്റെ ഭാഗമായാണ് ഈ ഇത്തരം ഒരു സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ വിദേശത്തെ അക്കൗണ്ടുകൾ അടക്കം ഉള്ളത് എന്ന കാര്യമാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ നൽകിയ പുതിയ രേഖകൾ അനുസരിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടി അന്വേഷണം വേണമെന്നാണ് ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നത്. അതായത് ശ്യാം, സംസ്ഥാനത്ത് മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല അക്കൗണ്ട് ഉള്ളത്, പകരം വിദേശത്തും അക്കൗണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കള്ളപ്പണം സ്വീകരിക്കാനും ടാക്സിനെ കണ്ണുവെട്ടിക്കാനുമാണ്. ഇവിടെ ചെയ്ത സേവനത്തിന് വിദേശത്ത് നികുതി ഇല്ലാതെ പണം സ്വീകരിക്കാം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ SNC ലാവ്ലിനടക്കമുള്ള വിഷയങ്ങൾ കൂടി ഷോൺ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെളിവുകളില്ലാതെ അത്തരമൊരു ആരോപണമായിട്ട് ഷോൺ ജോർജ് ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടോ? മുമ്പ് ഷോൺ ജോർജ് ഉന്നയിച്ച പല കാര്യങ്ങളും പാതി വഴിയിൽ അത് പിന്നീടില്ല എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ SNC ലാവ്ലിനടക്കം ഷോൺ ജോർജ് ഉന്നയിക്കുന്നുണ്ട്. തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ടാകുമല്ലേ? നിലവിൽ ഹാജരാക്കിയിരിക്കുന്ന തെളിവ്, ഷോൺ ജോർജ് ഹാജരാക്കിയിരിക്കുന്ന തെളിവ് ഈ എക്സാലോജി കമ്പനിയുടെ വിദേശത്തെ ബാങ്ക് അക്കൗണ്ടിന്റെ രേഖകളാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ അത് ഈ പ്രൈസ് വാട്ടർ കൂപ്പർ കമ്പനി PwC അതായത് അക്കൗണ്ട് വിദേശത്തുണ്ട് എന്നത് മാത്രമാണ് ഷോൺ ജോർജ് ഉപഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. SNC ലാവ്ലിനുമായിട്ട് ഇടപാട് നടത്തി എന്നത് ഒരു ആരോപണം മാത്രമാണ് ഇപ്പോൾ. അത്തരം ഒരു ആരോപണമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന്മേൽ അന്വേഷണം നടത്തുമ്പോൾ മാത്രമാണ് അത്തരം സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരിക. എന്തായാലും ഇക്കാര്യത്തിൽ കൂടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്തണമെന്നാണ് ഷോൺ ജോർജിന്റെ ആവശ്യം.